ഒരു ചുവട് ഇഞ്ചിൻ്റെ ഒരു ഇതേപോലത്തെ ഒരു കഷ്ണം ഇഞ്ചി നമ്മൾ വെച്ചതായി. ഇത് ഞാൻ കൊണ്ടുപോയിട്ട് ഇത് വിളവെടുക്കട്ടെ, ഒന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ട ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി നട്ടതാണ്. ഇപ്പം നമ്മളിപ്പം വിളവെടുക്കാൻ പോകുന്നത്. ഇത് പൂത്തു ഉണ്ടല്ലേ, ഇത് കണ്ട വിളവെടുക്കാൻ പോകുന്നത്. ഇത് ഞാൻ വിളവെടുത്ത് കാണിച്ചു തരാം, നോക്കട്ടെ. ഇങ്ങനെ 3 കഷ്ണം ഇഞ്ചി നട്ടതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം. അതാണ് ഇത് ഇഞ്ചി. ഞാൻ ഒന്ന് വിളവെടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്താ ഒരു ചുവട് മാത്രമേ നട്ടിട്ടില്ലേ, ഒരു ചുവടിൻ്റെ അകത്താണ് ഇതത്രയും വന്നിട്ടുള്ളത്. കണ്ടില്ലേ, ഒരു ചുവട് മാത്രം വെച്ചതാണ്. എന്താ ഒരു ചുവടിൽ നിന്നാണ് ഇതിൻ്റെ നടുക്കെ ഒന്നിനാണ് ഇത് അത്രയും വന്നിട്ടുള്ളത്. കണ്ട ഇത് തേച്ചും അങ്ങനെയാണ് വരുക ഇഞ്ചി. ഇത് വേണ്ടേ, ഇനി ഇത് എടുക്കട്ടെ. എന്താ കുറച്ചും കൂടി കഴിഞ്ഞാൽ വണ്ണം വെക്കും. ഇനി കഞ്ചി കീറിപ്പോയി. അതുകൊണ്ട് ഇത് ഏതായാലും പൊരിച്ച് നടാം. പൂത്തിരി അന്നേരം പിന്നെ ഉള്ള വേര് പോയി കായ് ഉണ്ടായിക്കണി ഉണ്ടല്ലേ. ഇത് കണ്ട ഇത് കണ്ടല്ലോ. ഇഞ്ചി ഒരു ചുവട് വെച്ചതായിരുന്നു. അത് ഇങ്ങനെയാണ് വിതച്ച് വരുവയ്യ. ഒരുപാട് എണ്ണമായി വരുവയ്യ. എന്താ ഇത് മുള്ളോട്ട് പോവില്ല, പക്ഷേ ഇഞ്ചി മേലേക്ക് ഇങ്ങനെ പടന്ന് വരുവുള്ളൂ. ഇനിയിപ്പോൾ നമുക്കിനി ഇത് പാതി നടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കുറേ ആയി. എന്താ ഒരു ചുവട് ഇഞ്ചിയായി കണ്ടില്ലേ. ഒരു കഷ്ണം മാത്രം നട്ടതായിരിക്കും. കേട്ടാ ഇത്രയും ഇഞ്ചി ഉണ്ടായിട്ടില്ല. നോക്കറ എന്താ ഒന്നിൻ്റെ അകത്ത് ഉണ്ടായ ഇഞ്ചി ആയി വെച്ചു. കേട്ടാ പക്ഷെ വണ്ണം വെച്ചത് പോരാ, ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. ഇനി ഇത് ഉണ്ടായി വരുന്നു. കേട്ടാ ഈ വേണ്ടല്ലോ. ഒരു മരം 3 കഷ്ണമാണ് വെച്ചിട്ടില്ല. ഒരു കഷ്ണം 3 കഷ്ണം ഒരു കഷ്ണത്തിൽ ഒന്നേ വെച്ചിട്ടുള്ളൂ. അതാണ് ഇത്രയും ഇഞ്ചി. നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് എൻ്റെ ഇന്നത്തെ ഇഞ്ചി വിളവെടുപ്പ്. എല്ലാം കൂടി 3 കഷ്ണം 3 ചെറിയ കഷ്ണം ഇഞ്ചി നട്ടതായത്. 3 കഷ്ണം ഇഞ്ചി നട്ടതായത്. ഇത്രയും ഇഞ്ചിയുണ്ട്. കണ്ടില്ലേ. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇത്രയും ഇഞ്ചിയുണ്ട്. നമുക്ക് ഇഞ്ചി കൃഷി നല്ല ലാഭകരമായ കൃഷിയാണ്. നമ്മളിപ്പോൾ ബാഗിൽ നട്ടാലും മറ്റേ നിലത്ത് നട്ടതിനെക്കാട്ടിയും ബാഗിൽ നട്ടാലാണ് കിട്ടുന്നത്. ചകിരിച്ചോറിൽ നട്ട് വെക്കുമ്പോൾ കൂടുതൽ വിളവ് കാണുന്നത്. കാണുന്നില്ലേ. ഒന്നും അതിയായിട്ട് കിഞ്ഞ് വരുവായിരുന്നു. അതാണ് ഇത് ഒരു ചെറിയ കഷ്ണം നട്ടതായത്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ. ഈ ഒരു കഷ്ണത്തും വന്നാണ് ഇത് കഥ പൊട്ടി ഇങ്ങനെ വന്നത്. കണ്ടില്ലേ. അത് അതിൻ്റെ മേലെ നിന്ന് ഇങ്ങനെ പൊട്ടി വന്നിട്ടാണ് കൂടുതലായിട്ട് വരുന്നത്. ഒരു കഷ്ണം ഇതിൻ്റെ നടുക്ക് ഞാൻ വെച്ചിട്ടുള്ളത്. ബാക്കി തേച്ച് നമ്മൾ കിഴങ്ങ് ഉണ്ടായതാണ്. കണ്ടില്ലേ. കണ്ടില്ലേ. ഒന്നായി ഒരു മെരടായത്. ആ ഒരു മെരടിൽ നിന്നാണ് ഇഞ്ചി നട്ട് വന്ന് കൂടി ഇത്തിരി ആയത്. ഇതുകൊണ്ട് നമ്മളിപ്പോൾ ബാഗിൽ നട്ട് കഴിഞ്ഞാൽ നല്ല വിളവെടുത്ത് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത്. കാണുന്നില്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത്. ഇതിപ്പോൾ കണ്ടല്ലോ ഇഞ്ചി വിളവെടുപ്പായത്. നിങ്ങൾക്ക് ഇത് പിന്നെ ഞാനിനി എൻ്റെ ഇന്നത്തെ ചേമ്പ് വിളവെടുപ്പ് പിന്നെ കാണിച്ചു തരാം. കപ്പക്ക പിന്നെ എൻ്റെ പച്ചക്കറിയും കൂടി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എൻ്റെ പച്ചക്കറി ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്നതും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ. ഇന്നത്തെ ചേമ്പ് വിളവെടുപ്പായത്. അത് പന്നി തിന്നതുകൊണ്ട് ഞാൻ വണ്ണം വെച്ചിട്ടില്ല. അടുത്ത 2 മിനിറ്റ് പൊരിച്ച് കിട്ടിയത്. ഇത് നമുക്ക് കർമൂസ് പപ്പായ എന്ന് പറയും. ഇത് ചേമ്പിൻ്റെ അതിൻ്റെ കൈ അരിഞ്ഞ് വെച്ചതാണിത്. 2 മിനിറ്റ് ഒന്നിച്ച് നട്ടതാണ്. അത് അതിൻ്റെ കല്ലിൻ്റെ ഉള്ളിൽ ഇറങ്ങിപ്പോയിന്. ഇന്നത് വണ്ണം വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് അത്. ഇതിപ്പോൾ കണ്ട പയറ് പൂക്കുന്ന പയറ് കായ് ഉണ്ടായി തുടങ്ങി. പൂവ് വേണ്ട. ഇത് വേണ്ട ഇത് വേണ്ട ഉണ്ടല്ലോ. പയറ് വേണ്ട. ഇതാ പയറ് വിരിഞ്ഞിട്ട് ഉണ്ടില്ലേ.
അതേപോലെ ഇതാ ഇടിയുണ്ട്, ഇതാ കണ്ടാ, ഉണ്ടില്ലേ, ഇതാ ഇതെല്ലാം പൂക്കളായിട്ട് വിരിഞ്ഞ് വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ പയർ ഉണ്ടാവാൻ തുടങ്ങിയ പൂവെല്ലാം അടിഞ്ഞു പോകുന്നുണ്ട്, പൂക്കോല അടിഞ്ഞു പോകുന്നുണ്ട്. അതിനിപ്പോൾ ഇനി ഒരു മരുന്ന് അടിച്ചു കൊടുക്കണം. മഴയില്ലതുകൊണ്ട് അന്ന് ഈ പൂ അടിഞ്ഞു പോകുന്നത്. പച്ചക്കറീൻ്റെ പൂ അടിഞ്ഞു പോകാൻ കാരണം മഴ കാരണമാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതാ പൂക്കുന്ന കണ്ട, ഇതേപോലെ മുട്ടെണ്ണം പൂക്കും കണ്ട, പയർ നല്ലോണം കണ്ട, കണ്ടില്ലേ, ഇതാ കണ്ട, ഇതാ കണ്ട, ഇതാ കണ്ട പൂക്കുന്നുണ്ട്. അതെല്ലാം ഒറ്റ ബാക്കി എല്ലാം തേക്കുകയും ചെയ്യും. ഇതിപ്പോൾ വഴുതിന ആണ്, ഇത് മഴ കൊണ്ട് വഴുതിന പൂത്തതാണ്. ഇതെല്ലാം അടിഞ്ഞു പോയി. അയ്യോ, പൂ തേച്ച് മഴക്ക് അടിഞ്ഞു പോയി കേട്ടാ. പൂ നല്ലോണം ഇന്നലെ ഉണ്ടായിരുന്നു, തേച്ചത് അടിഞ്ഞു പോയല്ലോ. അത് തേച്ചു അടിഞ്ഞു പോയി, പൂവെല്ലാം തേച്ചു അടിഞ്ഞു പോയി തോന്നുന്നു, കാണുന്നില്ലല്ലോ. ആ ഉണ്ട്, ഇടിയുണ്ട് കണ്ടോ, എല്ലാം പൂക്കുന്നുണ്ട്. ഇതിപ്പം കണ്ടില്ലേ, ഇതാണ് എൻ്റെ പച്ചക്കറി കൃഷിയായത്, കണ്ടില്ലേ, ഇതാണ് കോളിഫ്ലവർ. ചെറുതത്ര തൈ ഇപ്പം വാങ്ങി നട്ടതാണ് കണ്ട. പിന്നെ ഇത് കണ്ട, ഇതെൻ്റെ മുന്തിരി കണ്ട, മുന്തിരി കണ്ട, ഇതാ കണ്ട എൻ്റെ മുന്തിരി കണ്ട, മുന്തിരിങ്ങ കണ്ട, ഇതാ ഇത് കണ്ടതാ, ഇത് കണ്ട, ഇതാ നിങ്ങൾ കണ്ട മുന്തിരിങ്ങ കായ് കണ്ട മുന്തിരിങ്ങ ഉണ്ടായിട്ടുണ്ട. ഇത് കണ്ട, ഇതിൻ്റെ തണ്ട് പടർന്നു തുടങ്ങി. ഇനിയിപ്പോൾ ഇത് കൊള്ളിയിൽ ഒരു പന്തലിട്ട് കൊടുക്കണം. ഇത് കണ്ട തക്കാളി കണ്ട, തക്കാളി കണ്ടില്ലേ, ഇത് കണ്ട, കണ്ടില്ലേ, കണ്ട തക്കാളി നല്ല എത്ര ക്ഷണം ഉഷാറായത്. ചെറിയതല്ലായിരുന്നു, ഇത് കണ്ടില്ലേ. ഇത് കണ്ട മുളക് കണ്ട, നല്ല എന്നാ അതിൻ്റെ ശക്തി വരലും. ഇത് കണ്ടില്ലേ, ഇതിന് പുഴു വരുന്നുണ്ട്, ഒരു മരുന്നടിച്ച് കൊടുക്കണം. ഇന്നിപ്പോൾ സന്ധ്യയായി, ഇനിയിപ്പോൾ അടിക്കാൻ സമയമില്ല. ഇനിയിപ്പോൾ എന്തായാലും നാളെ അടിച്ചു കൊടുക്കാം. മുളക് കണ്ടല്ലോ, മുളകെല്ലാം ഒരുപാടുണ്ട്. മുളക് നട്ടതെല്ലാം നല്ല ഉഷാറായിട്ടതാണ്. അതിനെല്ലാം തകരാറ് വന്നിട്ടുണ്ട്, പുഴു വരുന്നുണ്ട്. ഇതെല്ലാം നുള്ളിക്കളഞ്ഞിട്ട് ഇതിൻ്റെ തര നുള്ളിയിട്ട് കളയണം. എന്നിട്ട് അന്നേരം അടിയിൽ നിന്ന് ഒരുപാട് തിരി പൊട്ടി വരും. ഇത് തിരുമ്പോൾ കണ്ട ഇതേപോലെ വരും. ആ തിരിനുള്ളിയാൽ കണ്ട ഇതേപോലെ കണ്ട പൊട്ടി വരുന്ന കണ്ട കായ് ഉണ്ടാകുന്നുണ്ട് നല്ലോണം. അതിനിപ്പോൾ കായ് ഉണ്ടാവാൻ പോകുന്നത് പൂക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തിരി പൊട്ടി വരുന്നത്. കണ്ട ഇതിപ്പം പൂക്കാൻ തോന്നും, പൂ വന്ന് തുടങ്ങി. കണ്ടില്ലേ, കണ്ട നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. ഇത് കണ്ട, ഇത് തിരി മുട്ടിപ്പോയിന്, അത് നുള്ളിക്കളയണം. തിരി മുട്ടിയത് അപ്പാടെ നുള്ളിക്കളഞ്ഞാൽ നല്ല തിരി വരും. പിന്നെ അതിനൊരു മരുന്നും കൂടി അടിച്ചു കൊടുക്കാം. എൻ്റെ അത് ഞാൻ നാളെ അടിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. തിരിമുട്ടലിന് ഉള്ള ആ മുരടിപ്പിനില്ലതിൻ്റെ ഇത് കാണിച്ചു തരാം. ഇപ്പം കണ്ടല്ലോ എൻ്റെ തക്കാളി കണ്ട, ഇത് കണ്ടില്ലേ, നല്ല ഉഷാറുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി പുഴു വരുമോ അല്ല കണ്ടില്ലേ, ഇത് കണ്ട പാവക്ക, ഇത് കണ്ട, ഇത് കണ്ടില്ലേ, കണ്ടല്ലോ, ഇതാണ് കണ്ട, ഇത് കണ്ടില്ലേ, കയ്പ കണ്ട, ഇത് കയ്പയാണ്. കണ്ടില്ലേ, ഇത് പൂക്കാൻ തുടങ്ങി കയ്പ. ഇപ്പം നട്ട് ചെറിയ ഇതാണ്, ഇപ്പം നട്ട് പൊടിച്ച് വരുന്നേ ഉള്ളൂ. 3-4 ദിവസം അതിൽ നട്ടിട്ട് അതായത് കണ്ടില്ലേ, ഇത് കക്കിരി, ഇത് താലോലി പൊട്ടിക്കാന്ന് പറയും. നമ്മൾ താലോലി എന്നാണ് പറയുക. ഇതാണ് കക്കിരി. ഇത് കക്കിരിയാണ്. കക്കിരി എന്ന് പറഞ്ഞാൽ കുക്കുംബർ, ആ സാലഡ് കക്കിരിയാണ്. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, താലോലി മേലോട്ട് കയറി തുടങ്ങി. വേഗം പെട്ടെന്ന് ഇത് വളർന്നു കഴിഞ്ഞാൽ പിന്നെ അവർ നിൽക്കില്ല, വേഗം പോയിക്കോളും. കുറച്ച് വളർന്നായാൽ പിന്നെ അവരൊറ്റ ഓട്ടമായിരിക്കും. ഇനിയിപ്പം പിടിച്ച് നമ്മൾ കെട്ടി കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങ് കിട്ടും കേട്ടോ. പയറല്ലിപ്പം മിഞ്ഞാന്ന് കാണിക്കുമ്പോൾ നല്ല ചെറിയതല്ലേ, കണ്ടില്ലേ, ഇതിപ്പം കണ്ടില്ലേ, ഇത് കണ്ടല്ലോ, ഇത് കണ്ടില്ലേ, ഇതിപ്പം കണ്ട, കണ്ടില്ലേ, ഇത് പിന്നെ ഇതെന്ന് വെച്ചാൽ ഇതാണ് കോളിഫ്ലവർ. കോളിഫ്ലവറായത്. ഇത് കോളിഫ്ലവർ, ഇത് പിന്നെ കേബേജാണ്. ഇത് കോളിഫ്ലവർ, അത് കേബേജ്. ഇത് കോളിഫ്ലവറാണ് കേട്ടോ. അതിന് പുഴു വരുന്നുണ്ടോയെന്ന് അറിയില്ല. ഒരു തുള്ളൻ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് വെണ്ട കണ്ടില്ലേ. ഇപ്പോൾ ഉഷാറ് പോരാ, വണ്ടിയൊന്നും ഉഷാറ് പോരാ. കണ്ട വെണ്ടക്ക കണ്ട, കണ്ടില്ലേ, വെണ്ടക്ക കണ്ട, അത് താഴെ ഇത് കണ്ട അതാണ് വെണ്ടക്ക ഉണ്ടായി തുടങ്ങി. കണ്ടില്ലേ, ഇത് കണ്ടല്ലോ, ഇതിനും എല്ലാം ഉണ്ടാകുന്നുണ്ട്.
നമുക്ക് തക്കാളിയാണ് അത് തക്കാളിയെല്ലാം ഉഷാറായിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പം ജൈവ സ്ലറി കൊടുക്കണം. ചാണകവും എല്ലാം കലക്കി വെച്ചിട്ടുള്ള സ്ലറി തൊഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഉഷാറായിക്കോളും. കണ്ടല്ലോ മുളക് കണ്ടില്ലേ, ഇത് കണ്ട അങ്ങ് കണ്ട മുളകാന്നത് കണ്ടില്ലേ, അതെല്ലാം മുളകാണ് കണ്ട. നല്ല ഉഷാറുണ്ട്, നല്ല ചപ്പ് വീതിയോടെ വരുന്നുണ്ട്, നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. വേഗം നന്നാവും, ഇനി വേഗം മുളക് ഉണ്ടാവും. ഇനി നമുക്ക് നല്ല ഉഷാറോടെ വരാൻ കഴിയും. ഇനിയിപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് പയർ കണ്ടില്ലേ, പയറായത്. ഇപ്പം കണ്ടല്ലോ മുന്തിരി കണ്ടോ, ഒരിക്കലും കൂടി കണ്ട മുന്തിരി കണ്ടില്ലേ, മുന്തിരി കണ്ടോ. ഇതിപ്പോൾ ഇത്ര വളർന്നു, ഞാൻ നട്ടതിന് ശേഷം ഇത്രയും വളർന്നു. ഇനി അതൊരു പന്തലിട്ട് കൊടുക്കണം. കുറച്ചൊരു കൊള്ളി കുത്തി കൊടുത്തിട്ട് ഒരു പന്തലിട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ ഇവിടെ തക്കാളി തൈ വളരുന്നുണ്ട്, ഇവിടെ ഞാൻ പാവിയിട്ടുണ്ട്, അത് വളരുന്നുണ്ട്, അത് വെച്ച് നടണം. ഉണ്ടല്ലോ, ഇതെല്ലാം ഇങ്ങോട്ടേക്ക് പയറായത് ഉണ്ടോ, പയർ കണ്ടില്ലേ, ഉണ്ടോ, പന്തൽ കെട്ടിയിട്ട് കൊടുത്തിട്ട് കണ്ട. ഇത് കണ്ടല്ലോ, ഇത് കണ്ട പയർ ഉണ്ടായത് കണ്ട, പൂ വിരിഞ്ഞത് കണ്ട, പൂ ഇതിങ്ങനെ കണ്ടില്ലേ, കണ്ടല്ലോ, ഇതെല്ലാം കണ്ടോ, വഴുതിനിയുണ്ട്, എല്ലാം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു മരുന്നടി കൊടുക്കണം. അർജൻറ്റായിട്ട് ഒരു മരുന്നടിയാണ് വേണ്ടത്. അതില്ലെങ്കിൽ